ഇക്കഴിഞ്ഞ 23-നാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. വിജിയുടെ തമിഴ് വെട്ടിക്കഴക്കം ഇത്തവണ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇപ്പോഴത്തെ ചെന്നൈയിലെത്തിയ മമ്മൂട്ടിയോട് മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യവും അതിന് മമ്മൂട്ടി നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വിജിയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചോദ്യത്തിനോട് ഒന്നുമേ തെരിയാതെ എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. തൻ്റെ പുതിയ സിനിമയായ പാട്രിയറ്റിൻ്റെ പ്രൊമോഷനായി തമിഴ്നാട്ടിൽ എത്തിയതായിരുന്നു മമ്മൂട്ടി. മെയ് 1-നാണ് പാട്രിയറ്റ് പുറത്തിറങ്ങുന്നത്. 19 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത്. ചിത്രത്തിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ്. കിച്ചു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫും കെ.ജി. അനിൽകുമാർ എന്നിവർ ചേർന്നാണ്. സി.ആർ. സലീം പ്രൊഡക്ഷനും ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറിൽ സി.ആർ. സലീമും സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം നിൽക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ടീം ഒന്നിച്ചഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും ഇവരുടെ കോമ്പിനേഷൻ രംഗങ്ങൾ. ജിനു ജോസഫ്, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ദർശന രാജേന്ദ്രൻ, സനൽ അമർ, സെറിൻ ഷിഹാബ് തുടങ്ങിയവരും മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവരുടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനായ പ്രകാശ് ബഡിവാലിയും ചിത്രത്തിൽ താരനിരയിലുണ്ട്. ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിലുള്ള ആക്ഷനും ഡ്രാമയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമയാകും ഇതെന്നാണ് ട്രെയിലർ നൽകുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കിടിലൻ ഫൈറ്റുകളും ട്രെയിലർ ഉറപ്പ് നൽകുന്നു. ഒപ്പം ഫഹദ് ഫാസിലിനെയും കുഞ്ചാക്കോ ബോബനെയും നയൻതാരയ്ക്കും ശക്തമായ വേഷം തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്.